ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ഹല്ലേലൂയ. നിങ്ങൾക്കത് കേട്ടപ്പോൾ എന്തോ മനസ്സിലായി? ഭാഗങ്ങളുടെ മധ്യത്തിൽ കൂടെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ഈ ദൈവവചനം കേൾക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഇന്ന് എടുക്കുന്നത് ഉടമ്പടിയുടെ രക്തം, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പല ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നത് ഉടമ്പടിയുടെ രക്തം. എന്താണ്? ഹല്ലേലൂയ. 15-ാം അധ്യായം എന്ന് പറയുന്നത് അബ്രഹാമിനോട് ദൈവം പ്രത്യേകം ഇടപെടുന്ന ഒരു വേദഭാഗമാണ്. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അബ്രഹാം 318 അഭ്യാസം തികഞ്ഞ യോദ്ധാക്കളുമായി പോയി. 4 രാജാക്കന്മാർ, 4 സൈന്യം, 4 രാജ്യം ഇവരോട് യുദ്ധം ചെയ്ത് മടങ്ങി വന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ പറയുന്ന വചനം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 14-ാം അധ്യായത്തിൻ്റെ അകത്ത് അബ്രഹാമും 318 അഭ്യാസം തികഞ്ഞ യോദ്ധാക്കളുമായി പോയി യുദ്ധം ജയിച്ചു മടങ്ങി വന്നു. കൂടെ എത്ര പേരുണ്ട്? 318 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 4 രാജ്യം എന്ന് പറഞ്ഞാൽ 4 രാജാക്കന്മാരാണ്. 4 രാജാവ്, 4 സൈന്യം, 4 രാജ്യം. സ്വത്രം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സൈന്യത്തെ 318 പേര് പോയി ജയിച്ചിട്ട് വരിക എന്ന് പറയുന്നത് ഒരു മിറക്കിൾ, ഒരു അത്ഭുതമാണ്. നമ്മുടെ ദൈവം അല്പം കൊണ്ട് അധികം ചെയ്യുന്ന ദൈവം. അതുകൊണ്ടാണ് ശാലേം ദേശത്തെ രാജാവ് മൽക്കീസദേക്ക് വന്നിട്ട് അത്യുന്നതനായ ദൈവമാണ് നിനക്ക് ഈ ജയം തന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ അകത്തെ ഒരു അനുഗ്രഹമാണ് നിനക്ക് ജയം തരിക എന്നുള്ളത്. ദൈവം നിനക്ക് ജയം തരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ആ ദൈവത്തെയാണ് നാം ഇവിടുത്തെ സഭ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അല്പം കൊണ്ട് അധികം ചെയ്യുന്ന ദൈവം ഇതിൻ്റെ അകത്തുണ്ട്. അല്പമേ ഉള്ളെങ്കിലും ദൈവം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിനക്ക് വിജയം തരാൻ എൻ്റെ ദൈവം ശക്തനാ. 14-ാം അധ്യായം മൊത്തം ഒന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞ് ഞാൻ 15-ലോട്ട് വരാനായിട്ടാണ്. കാര്യം 14-ൻ്റെ കാര്യം പറയാതെ ഞാൻ 15-ാം അധ്യായത്തിലോട്ട് എങ്ങനെ വരാനാണ്? വലിയ സ്വത്രം രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് സ്വത്രം ഒരു കൊച്ചു കൂട്ടവുമായിട്ട്, ഒരു രാജ്യമല്ല, സൈന്യമല്ല, ഒരു കൊച്ചു കൂട്ടവുമായിട്ട് പോയിട്ട് മഹാജയത്തോടെ മടങ്ങി വന്ന അബ്രഹാം. അന്നേരം നമ്മുടെ വാളോ പരിചയമോ കുതിരയോ രഥമോ തന്ത്രമോ ഒന്നുമല്ല കർത്താവ് തരുന്ന വിജയമെന്ന് പറയുന്നത്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്കും ആ വിജയം തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്പം കൊണ്ട് അധികം ചെയ്യാൻ കഴിവുള്ള ദൈവം. ചെറുതായിരിക്കും നിന്റെ കയ്യിലിരിക്കുന്നേ, പക്ഷെ ഇന്ന് ആ ദൈവത്തെയാണ് നീ സേവിക്കുന്നതെങ്കിൽ 100% ഗ്യാരണ്ടി നിനക്ക് കർത്താവ് ജയം തരും. വിശ്വസിക്കുന്ന എത്ര പേരിന്റെ അകത്തുണ്ട്? കാരണം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അങ്ങനെ ജയിച്ചൊക്കെ മടങ്ങി വന്നപ്പോൾ സ്വതന്ത്രം പോയതിനൊറ്റ കാരണമുണ്ട്. തൻ്റെ കൂടെ വന്ന ലോത്തിനെ മടക്കിയെടുക്കാനായിട്ട് പോയതാണ്. ലോത്തിനെ മടക്കിയെടുത്തു. ഇവർ വന്ന് സോദോമിൽ നിന്നും ഗൊമോറയിൽ നിന്നും വന്ന് എടുത്തുകൊണ്ട് പോയ കൊള്ള മുഴുവൻ അബ്രഹാം പിടിച്ചെടുത്തു. ആ രാജാക്കന്മാരെ വിളിച്ചു, അവർക്കിതെല്ലാം മടക്കി കൊടുത്തു. എന്നിട്ട് അവസാനം 318 പേരെടുക്കെ പറഞ്ഞു, ബാടാ നമുക്ക് പോകാം. രാജാക്കന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്വത്രം അബ്രഹാമെ നിൽക്ക്, ഈ കൊള്ള ഇവിടെ പകുതി നീ എടുത്തുകൊണ്ട് പോ. അന്നേരം അബ്രഹാം പറഞ്ഞു, എനിക്ക് നിന്റെ യാതൊന്നും വേണ്ട, ഒരു ചെരുപ്പിൻ്റെ വള്ളി പോട്ട് സ്വത്രം ഹാലയിൽ ഒരു കഷണം പോലും ഞാൻ എടുക്കത്തില്ല. കാരണം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സോദോമും
ഗൊമേറയും അവിടുത്തെ രാജാവും വേണ്ട എന്നെ അനുഗ്രഹിക്കാൻ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ. ഇതിന്റെ ഒരു വള്ളിയോ വാറോ എനിക്ക് വേണ്ട. അബ്രഹാം പറഞ്ഞത് മാത്രം 14-ാം അധ്യായത്തിന്റെ അകത്ത് നിന്ന് വായിച്ചാൽ, അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ. ഒരു കുന്തവും വേണ്ടാന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, അത് മതി. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാ. വിശ്വസിക്കുന്ന എത്ര പേര് എന്റെ അകത്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരുടെയും ചെരുപ്പിന്റെ വാറും ചരടും സ്വത്രം വള്ളിയും കെട്ടും ഒന്നും നിനക്ക് വേണ്ട. നിന്നെ ധനികനാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് സാധിക്കും, നിന്നെ അനുഗ്രഹിക്കുവാൻ. ഇത്രയും വലിയ യുദ്ധം കഴിഞ്ഞ ഇപ്പം തന്നെ ഒരു സ്വത്രം യുദ്ധം കഴിഞ്ഞു, വലിയ നഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. റാഫേൽ അതിൻ്റെ വിമാനങ്ങൾക്കുമൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. യുദ്ധത്തിൻ്റെ അകത്ത് പലര് മരണപ്പെട്ടിട്ടുണ്ട്, അത് സംഭവിച്ചു കാണുമായിരിക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിനൊരു നഷ്ടവുമില്ലാതെ അബ്രഹാം പൊടി തട്ടി തൻ്റെ ഭവനത്തിലേക്ക് വന്നു. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഉള്ളിൻ്റെ അകത്തൊരു പേടി. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, ഇത്ര ശക്തമായ യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നാൽ എന്തെങ്കിലും സ്വത്രം തിരിച്ചവരെ മടങ്ങി അതിശക്തിയോടെ വന്നാൽ എന്തോ ചെയ്യും? എൻ്റെ കൂടെ 318 പേരേ ഉള്ളൂ, ഞാനിങ്ങനെ ഈ യുദ്ധത്തിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഭയം വീട്ടിയിരിക്കുക, വേറെ ആരുമില്ല കൂട്ടുപിടിക്കാൻ, സഹായിക്കാൻ ആരുമില്ല. ലോകത്ത് സഹായിക്കാനും കൂട്ടുപിടിക്കാനും ആരുമില്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ അത് മതി. അങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് 15-ാം അധ്യായത്തിൻ്റെ അകത്ത് വായിക്കുന്നത്, അബ്രഹാമേ ഭയപ്പെടേണ്ട. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ പറയാം, ആർക്കെങ്കിലും ഭയമുണ്ടോ? ഹൃദയത്തിൻ്റെ അകത്ത് നീറുന്ന വിഷയമായിട്ടോ ഭയമായിട്ടോ തലമുറയെക്കുറിച്ചോ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ സ്വതന്ത്രം രോഗത്തെക്കുറിച്ചോ എന്തിനെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയാ, ഭയപ്പെടേണ്ട. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഭാവിയെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നവരുണ്ട്, കുടുംബത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നവരുണ്ട്. എന്താകും ഭാവി? ഭയം വേണ്ട. എന്നെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അബ്രഹാമെ ഭയപ്പെടേണ്ട. അവിടെ അബ്രാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ സമയത്ത്. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ അബ്രഹാം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു പോകും. അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. എടാ, 400 രാജാക്കന്മാര് നിനക്ക് ചുറ്റും വന്നാലും ഞാനാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവം നിന്നെ സ്വത്രം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ചുറ്റും പരിചയമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ നീ പിന്നെ ലോകത്തിൽ ആരെ ഭയപ്പെടണം? നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കാര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റും വേലിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇയ്യോബിന് യൂട്യൂബ് വേലി ഇയ്യോബ് കണ്ടോ? ഇയ്യോബിന്റെ മക്കൾ കണ്ടോ? ഇയ്യോബിന്റെ ഭാര്യ കണ്ടോ? ദാണ്ട സ്വതന്ത്രം അങ്ങോട്ട് പോയിരുന്നു, അയ്യോ വേലി ഇരിക്കുന്നു. ആർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ വേലി ഉണ്ട്. വേലി ഉണ്ടായിട്ടാ നീ ഇന്നിവിടെ ഇരിക്കുന്നേ. അബ്രഹാമിന് ചുറ്റും എന്താണുള്ളത്? ആരാ പരിചയം? ആരാണ്? വാതുറന്നു പറഞ്ഞാട്ട് കർത്താവ് പറയാൻ, ഞാൻ നിന്റെ പരിചയം. ഹല്ലേലൂയ. നീ അപ്പുറത്തുനിന്ന് ആഭിചാരം വരുന്നു, ഇപ്പുറത്തുനിന്ന് മന്ത്രവാദം വരുന്നു, അവര് നിന്നെ ശപിക്കുന്നു, ഇവര് നിന്നെ പ്രാകുന്നു, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. സക്രിയ പ്രവാചകന്റെ അകത്ത് സ്വത്രം ഇസ്രായേലിനെ കുറിച്ച് പറയാൻ, ഞാൻ നിനക്ക് ചുറ്റും തീമതില.
അങ്ങനൊരു മതിലുണ്ടോ? ഉണ്ടെന്ന് തമ്പുരാൻ കേട്ടും. തീ കൊണ്ട് നിന്റെ കുടുംബത്തിന് ചുറ്റും മതിൽ കെട്ടാൻ കഴിവുള്ളവനാ നമ്മുടെ. എന്തോ പക്ഷേ ഈ തീമതിൻ്റെ പ്രത്യേകതയാണ്. തീമതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും സാധനം അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് അത് കത്തിച്ചാമ്പലാകി പോകും. ആരൊക്കെ എന്തൊക്കെ സ്വന്തം നാവ് കൊണ്ടോ മന്ത്രം കൊണ്ടോ ആവിചാരം കൊണ്ടോ കൂട്ടം കൂടിയോ എന്തൊക്കെ ചെയ്താലും അതൊന്നും നിനക്ക് ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ലെന്ന തിരുവചനം പറഞ്ഞെങ്കിൽ ആ ദൂത് എന്നോടാന്ന് പറയാൻ എത്ര പേര് തയ്യാറാ? ഞാൻ നിനക്ക് ചുറ്റും എന്താണ് പരിച. ഞാൻ നിന്റെ പരിചയം എന്ന് പറഞ്ഞാൽ ഇനി വേറെ പരിചയം വല്ലതും വേണോ? എടാ, എന്നെ തൊടാതെ നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിന്നെ തൊടണമെങ്കിൽ കർത്താവിനെ തൊടണം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അതല്ലേ കർത്താവ് പറഞ്ഞ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? അധികാരം തന്നിരിക്കുന്നു. എടാ, പാമ്പിനെ ചവിട്ടിയാലും തേളിനെ ചവിട്ടിയാലും ഇതൊക്കെ തിരിഞ്ഞ് ആക്രമിക്കത്തില്ലയോ, തിരിഞ്ഞ് കടിക്കത്തില്ലയോ? പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ചുറ്റും പ്രൊട്ടക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്.